നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂർ അയ്യന്തോളിൽ ആളൊഴിഞ്ഞ വീട്ടിൽ ഒരാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹത്തിന് 1 മാസത്തിലേറെ പഴക്കമുണ്ട്. ഒളരിയിലെ സ്വകാര്യ ആശുപത്രി MDയുടെ ഉടമസ്ഥയിലുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആശുപത്രി മാനേജർ ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. വെസ്റ്റ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മലക്കപ്പാറയിൽ 4 വയസ്സുള്ള ആദിവാസി കുട്ടിയെ പുലി ആക്രമിച്ചു. മലക്കപ്പാറ ബീരാൻകുടി മേഖലയിലെ ബേബിയുടെ മകൻ രാഹുലിനെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ 2:30 താൽക്കാലിക ഷെഡിൽ കിടന്നുറങ്ങുമ്പോൾ പുലി ആക്രമിച്ചത്. മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുന്നതിനിടെയാണ് രാഹുലിനെ പുലി പിടിച്ചുകൊണ്ടുപോയത്. ശബ്ദം കേട്ട് കുട്ടിയുടെ അച്ഛൻ കല്ലുകൾ ഉപയോഗിച്ച് മറ്റും പ്രതിരോധിച്ചാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയതെന്ന് പറയുന്നു. കുട്ടിയുടെ അച്ഛനും പരിക്കുകളുള്ളതായി വിവരം. മലക്കപ്പാറ പോലീസ് സ്റ്റേഷന് 2.5 കിലോമീറ്റർ അകലെയാണ് സംഭവം. വരന്തരപ്പിള്ളിയിൽ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒളിവിലായ ക്ലീനറെ കിട്ടാൻ പോലീസ് ബസ്സുകൾ പിടിച്ചെടുത്തതോടെ ദുരിതത്തിലായി വരന്തരപ്പിള്ളി പാലപ്പിള്ളി ചിമ്മിനി റൂട്ടിലെ യാത്രക്കാർ. സമയത്തെ ചൊല്ലി തർക്കത്തെ തുടർന്ന് ബുധനാഴ്ച രാവിലെ 7:30 വരന്തരപ്പിള്ളിയിൽ വെച്ചാണ് സംഭവങ്ങളുടെ തുടക്കം. തൃശൂർ ചിമ്മിനി റൂട്ടിൽ സർവീസ് നടത്തുന്ന യാസിൻ ബസ്സിലെയും തൃശൂർ കോടാലി റൂട്ടിൽ ഓടുന്ന ക്രിസ്റ്റ ബസ്സിലെയും ജീവനക്കാർ തമ്മിലായിരുന്നു തർക്കം. യാസിൻ ബസിന്റെ ക്ലീനർ സിബി കോടാലി ബസ്സിലെ കണ്ടക്ടർ ആന്റണിയെ മർദ്ദിച്ചു എന്നാണ് കേസ്. ക്രിസ്റ്റ ബസിന്റെ ഉടമ കൂടിയാണ് ആന്റണി. സംഭവത്തെ തുടർന്ന് സിബി ഒളിവിൽ പോവുകയായിരുന്നു. പ്രതിയെക്കുറിച്ച് വിവരമില്ലാതായതോടെ ഇയാൾ ജോലി ചെയ്യുന്ന 2 ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തൃശൂർ ചിമ്മിനി ഡാം, തൃശൂർ പാലപ്പിള്ളി റൂട്ടിലോടുന്ന ബസ്സുകളാണ് പോലീസ് പിടിച്ചിട്ടത്. പ്രതിയെ കിട്ടിയാൽ ബസ് വിട്ടു നൽകാം എന്നാണ് പോലീസിന്റെ നിലപാട്. എന്നാൽ ചിമ്മിനി പാലപ്പിള്ളി റൂട്ടിലെ 2 ബസ്സുകളും പോലീസ് പിടിച്ചെടുത്തതോടെ തോട്ടം വനം മേഖലയിലെ യാത്രക്കാർ ദുരിതത്തിലായി. രാവിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാർ പതിവായി ആശ്രയിക്കുന്ന ബസ്സുകളാണ് വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്നത്. അടിപിടി കേസിലെ പ്രതികളെ പിടിക്കേണ്ടത് അത്യാവശ്യമാണെങ്കിലും അതിന്റെ പേരിൽ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നതിൽ വ്യാപക പ്രതിഷേധമുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചും പ്രതിഷേധ ജ്വാലയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് ഭണ്ഡാരത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, നൈജോ ആൻഡോ, CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാജു പൂക്കാടൻ, KA ഹനീഫ, സായുജ് സുരേന്ദ്രൻ, സജീവൻ കൈപ്പിള്ളി, ഷൈനി ബാബു, ജെയ്സൺ പേടിയേക്കൽ, AM ബിജു, സൂരജ് കണ്ടനി, ലിനോ മൈക്കിൾ, സിജിൽ ചന്ദ്രൻ, KV തോമസ്, രഹൻ പള്ളത്തേരി എന്നിവർ പ്രസംഗിച്ചു. ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ജയിലിൽ അടച്ചത് എന്നുള്ള വസ്തുത ഞാൻ പറയാതെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് CPM നെല്ലായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TR ലാലു അധ്യക്ഷനായി. K രാജേഷ്, R രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് പഞ്ചായത്ത് 6-11 വാർഡുകൾ ഉൾപ്പെട്ട പുതുക്കാട് മുപ്ലിം റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായി. ജൽ ജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പിടാനായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചതോടെയാണ് യാത്ര കൂടുതൽ ദുരിതമായത്. പുതുക്കാട് മുപ്ലിയം റോഡിലൂടെയുള്ള യാത്ര നടുപൊടിക്കുന്ന യാത്രയാണ്. മഴയിൽ ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞ കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീഴാതെ വളരെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്.
20 വർഷത്തിലേറെയായി ഈ റോഡിൽ ടാറിംഗ് നടത്തിയിട്ട്. വല്ലപ്പോഴും നടക്കുന്ന അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ഇത്രയും കാലം റോഡിനെ സഞ്ചാരയോഗ്യമാക്കി നിലനിർത്തിയത്. എന്നാൽ 1 വർഷം മുൻപ് ജൽജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ള പൈപ്പിടാനായി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചതോടെയാണ് യാത്ര കൂടുതൽ ദുരിതമായത്. പൈപ്പിടൽ പ്രവൃത്തികൾ ചെങ്ങാലൂർ ശാന്തിനഗർ വരെ എത്തി നിർത്തിവെച്ചിരിക്കുകയാണ്. പദ്ധതിക്കായി എത്തിച്ച പൈപ്പുകൾ ചെങ്ങാലൂർ 2ാം കല്ലിനും ശാന്തിനഗറിനുമിടയിൽ റോഡരികിൽ കാട് കയറി കിടക്കുന്നതും കാണാം. സ്വകാര്യ ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും കൂടാതെ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കടന്നുപോകുന്ന പുതുക്കാട് പഞ്ചായത്തിലെ പ്രധാന പാതയാണിത്. മറവാഞ്ചേരി 2ാം കല്ല് മേഖലയിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയും വെള്ളക്കെട്ടുമായി വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. ചെളി നിറഞ്ഞ് കാൽനട യാത്രയും ദുഷ്കരമാണ്. കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ ആഴമറിയാതെ നിരന്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും അധികൃതർ ഈ റോഡിനെ അവഗണിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ റോഡ് പുതുക്കാട് മുപ്പിളിയം റോഡിന് എന്നും അവഗണന മാത്രമേ ഉള്ളൂ. വർഷങ്ങളായിട്ട്, അതായത് 20 വർഷത്തിൽ മേലെയായി ഈ ഒരു ഫുൾ ടാറിങ് ചെയ്തിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഈ പൈപ്പ് ഇടുന്നതിന് വേണ്ടിയിട്ട് സൈഡ് പൊളിച്ചിട്ടുള്ളത്. ആ കാന ഇതുവരെ മൂടാനോ ഇപ്പോൾ വലിയ വൻ കുഴികളും ഗർത്തങ്ങളായിട്ട് ഈ റോഡ് മാറിയിരിക്കുക. ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. കിഫ്ബി ഫണ്ട് വകയിരുത്തി റോഡ് നവീകരിക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും നടപടികൾ വൈകുന്നതിൽ യാത്രക്കാർക്ക് അമർഷമുണ്ട്. റോഡ് വീതി കൂട്ടി നവീകരിക്കുമെന്ന MLAയുടെ വാഗ്ദാനം പാഴ്വാക്കായി മാറിയെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ഏറ്റവും മോശപ്പെട്ട ഒരു റോഡായിട്ടാണ് പുതുക്കാട് മുപ്പിയം റോഡ് കാണുന്നത്. നമുക്കറിയാം, മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് പുതുക്കാട് മുപ്പിയം റോഡ്. കഴിഞ്ഞ 1 വർഷം മുമ്പ് ഈ മുപ്പിയം റോഡിൻ്റെ വീതി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLAയുടെ സാന്നിധ്യത്തിൽ തന്നെ സർവകക്ഷി യോഗം വിളിക്കുകയും അതുപോലെ തന്നെ ഈ റോഡിൻ്റെ വീതി കൂട്ടത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ള പദ്ധതിക്ക് തുടക്കം ഇരിക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ ആ പദ്ധതി ഇതുവരെ പൂർത്തീകരിക്കാനോ റോഡ് വീതി കൂട്ടത്തിന് ആവശ്യമായ നടപടികൾ MLAയുടെ ഭാഗത്തു നിന്നോ അതില്ലെങ്കിൽ അതിൻ്റെ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ ആ അപകടം പോലും വലിയ ഒരു ദുരന്തത്തിലേക്ക് എത്തിപ്പെടുന്നുള്ള ഒരു സൂചനയാണ്. പല ഭാഗങ്ങളിലും റോഡിന്റെ ഇരുവശത്തും കാട് കയറി കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. മഴ വിട്ടുമാറാത്തതിനാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ ദിവസങ്ങളായി ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. റോഡ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പുതുക്കാട് മുപ്പിളിയം റോഡ് തകർന്ന് യാത്ര അതീവ ദുഷ്കരമായിരിക്കുകയാണ്. മഴയിൽ കുഴികളിൽ ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറി. വലിയ അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,100 രൂപയും പവന് 72,880 രൂപയും രേഖപ്പെടുത്തി. നെന്മണിക്കര പൊന്നാരി തോമൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 4:30 നെന്മണിക്കര സെന്റ് മേരീസ് പള്ളിയിൽ. എൽസിയാണ് ഭാര്യ. സിമി, സ്റ്റാലി, വർഗീസ് എന്നിവർ മക്കളും ഷാജൻ, അജി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.